ശനിയാഴ്ച ചിക്കൻ ഉണ്ട്, മീനുണ്ട്, എല്ലാം ഉണ്ട്. ഇതിന്റെ ഭാഗ്യം മുക്കാലും എല്ലാം സാറുമാർക്ക് കറി വെച്ച് കൊടുക്കണം. അതിന്റെ വേസ്റ്റാണ് കൊടുക്കുന്നത് ഇവിടെ തെല്ലി കിടക്കുന്നവർക്ക്. മനസ്സിലായില്ല. അവിടെ അതിന്റെ പാതി ഭാഗം മുക്കാല് എല്ലും തോലും അവിടെ കൊടുക്കുന്നത്. ഇതെല്ലാം മാംസമൊക്കെ സാറുമാർക്ക് കറി വെച്ച് കൊടുക്കണം. ധർമ്മയിലേക്ക് സ്വാഗതം. നമ്മൾ ജയിലിലെ ഭക്ഷണ രീതികളെ കുറിച്ചും അതുപോലെ തന്നെ അവിടുത്തെ ഒരുപാട് കാര്യങ്ങളെ കുറിച്ചൊക്കെ പുറത്ത് ഒരുപാട് കാര്യങ്ങളൊക്കെ അറിയാറ്. പക്ഷെ അതിനകത്ത് എന്താണ് സംഭവിക്കുന്നതെന്ന് അവിടെ അന്തേവാസികൾക്ക് മാത്രമേ അറിയാൻ കഴിയൂ. അവിടെ നമ്മൾ അറിയാൻ കഴിയുന്നത് ആഴ്ചയിൽ ഒരിക്കൽ ചിക്കൻ കറിയുണ്ട്, ആഴ്ചയിൽ ഒരിക്കൽ മട്ടൻ കറിയുണ്ട്, മുട്ടയുണ്ട്, ഇപ്പൊ ഗോതമ്പുണ്ട മാറി ദോശയായി അല്ലെങ്കിൽ ചപ്പാത്തിയായി എന്നൊക്കെയാണ് അറിയാൻ കഴിയുന്നത്. പക്ഷെ യഥാർത്ഥത്തിലുള്ള അവിടുത്തെ ഭക്ഷണവും കാര്യങ്ങളൊന്നും പുറത്ത് ആർക്കും അങ്ങനെ അറിയാൻ പറ്റില്ല. അവിടെ താമസിച്ച് ഉള്ള ആൾക്കാർക്ക് മാത്രമേ അറിയാൻ കഴിയുള്ളൂ. അങ്ങനെ ഒരു കക്ഷി ഇപ്പോൾ എൻ്റെ കൂടെ ഉണ്ട്. അദ്ദേഹം ഇപ്പോൾ കുറച്ചു കാലം ജയിൽവാസം അനുഭവിച്ചതിന് ശേഷം പുറത്തു വന്നയാളാണ്. പേര് ഷിബു എന്നാണ്. അദ്ദേഹം പറയുന്ന കുറെ കാര്യങ്ങൾ കേട്ട് ഞാൻ തന്നെ ഞെട്ടിപ്പോയി. കാരണം സർക്കാർ തടവുകളിൽ കൊടുക്കുന്ന ആനുകൂല്യങ്ങളിൽ പലതും അവർക്ക് ലഭിക്കാറില്ല എന്നാണ് അദ്ദേഹത്തിന്റെ പരാതി. എന്തായാലും ഇത് അദ്ദേഹത്തിന് അനുഭവ സാക്ഷ്യമാണ്. അദ്ദേഹത്തിന് സ്വന്തം ഉത്തരവാദിത്തത്തിൽ നമുക്കത് കേൾക്കാം. ഹലോ, എൻ്റെ പേര് ഷിബു ആണ്. ഞാൻ ആറ്റിങ്ങൽ ജയിലിൽ ഉണ്ടായിക്കൊണ്ട് അവിടെ ഭക്ഷണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ജയിലിൽ പുള്ളി ചേട്ടൻ എത്ര മാസം കിടന്നു അവിടെ? ഞാനും ഒരു 6 മാസം കിടന്നു അവിടെ. കിടന്നിട്ട് വന്നു വെച്ച് കഴിഞ്ഞാൽ അവിടെ ഭക്ഷണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ജയിലിൽ പുള്ളിക്ക് അങ്ങനെ എന്തൊക്കെ ഭക്ഷണമാണ് കൊടുക്കുന്നത്? ഭക്ഷണം ശനിയാഴ്ച ബീഫുണ്ട്, അല്ല ആട്ടിറച്ചിയുണ്ട്, ശനിയാഴ്ച ചിക്കൻ ഉണ്ട്, മീനുണ്ട്, എല്ലാം ഉണ്ട്. ഇതിന്റെ ഭാഗ്യം മുക്കാലും എല്ലാം സാറുമാർക്ക് കറി വെച്ച് കൊടുക്കണം. അതിന്റെ വേസ്റ്റാണ് കൊടുക്കുന്നത് ഇവിടെ തെല്ലി കിടക്കുന്നവർക്ക്. മനസ്സിലായില്ല. അവിടെ അതിന്റെ പാതി ഭാഗം മുക്കാല് എല്ലും തോലും അവിടെ കൊടുക്കുന്നത്. ഇതെല്ലാം മാംസമൊക്കെ സാറുമാർക്ക് കറി വെച്ച് കൊടുക്കണം. അവിടെ 7 പേരുണ്ടോ? അവിടെ 7 പേരുണ്ടെങ്കിൽ അവിടെ തന്നെ കൊടുക്കണം. ഇതിന്റെ ബാക്കി കൊടുക്കാമെന്നാണ് പറയുന്നത്. ഒരേ സെല്ലിൽ ഒന്ന് ചോദിക്കും, ഞാൻ ഇറച്ചി കണ്ടിക്കാണെന്ന് അറിയാൻ നോക്കിയെന്ന് ചോദിക്കും. അവിടെ നിങ്ങൾക്ക് അറിയാമോ? കിച്ചണിലായിരുന്നു ജോലി. കിച്ചണിലായിരുന്നു ജോലി. എനിക്ക് കിച്ചണിലായിരുന്നു. അത് പറയുന്നത് എടാ നിനക്ക് ഇറച്ചി കണ്ടിക്കാൻ അറിയാമോ? എല്ലാ സെല്ലിലും ചോദിക്കും. എനിക്കറിയാം എന്ന് ചോദിക്കും. അപ്പൊ അവന് ലോക്ക് തുറന്ന് അവനെ ഇറക്കിയിട്ട് അവനൊക്കെ ഇവിടെ എന്ന് പറയുമ്പോ എടാ എല്ലാം മാറ്റിയായി മാംസം മാക്സിമം ആട്ടിറച്ചിക്ക് എല്ലാം മാറ്റി വയ്ക്കും. മാംസം എല്ലാം മാറ്റി വെച്ചേക്ക്. അതിൽ ഒരു ശതമാനമുള്ള ആ എല്ലില് എല്ലാം വെട്ടി അരിഞ്ഞിട്ട് കാടി പോലെ വെക്കും. വലിയ ഉണ്ടാവല് വെക്കും. വെച്ചിട്ട് ഇതാണ് കോഴി കൊടുക്കുന്നത്. പക്ഷെ ജനങ്ങൾ അറിയണത് ഇല്ലെങ്കിലേ ജനങ്ങൾ പറയുന്നത് ജയിലിൽ പോയ സുഖമാണ്. ഒരു സുഖമില്ല. ഈ വാർഡന്മാരാണ് കഴിക്കുന്നത്. എത്ര ചാക്ക് അരിയാണ് വന്ന് സൂപ്പറെന്ന് പറയാ എത്ര അരി ഏകദേശം 2 ചാക്ക് അരി അവിടെ നിന്ന് പോകും. ഈ ആക്കയും ജയിലിൽ പോകുന്നുണ്ട്. ആക്കയും ജയിലിൽ ജീപ്പിൽ കൊണ്ടുപോകും. പറയുന്നത് ജീപ്പിൽ കൊണ്ടുപോകും. അവിടെ ക്യാമറ ഉണ്ട്. പക്ഷെ ഇവിടെ എവിടേക്കെന്ന് അറിയോ? തടവ് ഉള്ളിലേക്ക് വയ്യാതെ ഹോസ്റ്റലിൽ കൊണ്ടുപോകണമെന്ന്. പുതിയ ആംബുലൻസ് അവിടെ ഉണ്ട്. പഴയ ജീപ്പും ഉണ്ട്. പഴയ ജീപ്പ് കൊണ്ടുപോകില്ല. പുതിയ ജീപ്പ് കൊണ്ടുപോകും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് തടവുള്ളി സുഖമെല്ലാം കൊണ്ടുപോകണം എന്ന് പറഞ്ഞാൽ ആ ക്യാമറ കാണും, തെളിയും. പക്ഷെ ഇത് കൊണ്ടുപോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കിച്ചണിലെ 2 ചാക്ക് അരി, എണ്ണ, പയറ്, ഈ പ്രതി വൻപയറും എണ്ണയും കൂടുതൽ കൊണ്ടുപോകണത്. ഇത് എവിടെ കൊണ്ടുപോകാറ് പറഞ്ഞു കഴിഞ്ഞാൽ ഈ തടവുകാർക്ക് റേഷൻ എന്നൊരു സാധനമില്ല. ഇത്ര ഗ്രാം മാംസം കൊടുക്കണം. തൂക്കമുണ്ട്, അതില് തൂക്കമുണ്ട്. ആ തൂക്കം അങ്ങനെയല്ല കൊടുക്കുന്നത്. ഇത് ഇവര് പാതി മുക്കാലും എല്ലാം ചീവി വൃത്തിയാക്കി കൊടുക്കുന്നത്. എല്ലാം കഷായം പോലെ മുളകുപൊടി ഇടും, തക്കാളി അരിഞ്ഞ് മിക്സിയിലരിച്ച് കുഴമ്പ് ആക്കും. നമ്മൾ പറഞ്ഞു തരും. ഇതെല്ലാം അവരെ കൊടുത്തിട്ട് അവര് ഗ്രാവും. പക്ഷേ ഉദാഹരണം സാധാരണ സർക്കാർ നമ്മളെ റേഷൻ അവിടെ വരുന്നത്. പക്ഷെ ഇവര് കാണിക്കുന്നതെന്ന് അറിയോ? ഇമാര് നല്ല ഉച്ചയ്ക്ക് ഒന്നും രാത്രി ഒന്നും നല്ല ഇതിന് ബാക്കി വീട്ടിൽ കൊണ്ടുപോകും. 2 ദിവസമുള്ള അവന്മാർക്ക്. പക്ഷെ ഇത് ലക്കിന് ഏതെങ്കിലും വരുന്നെങ്കിൽ അവന്മാരെ കൊണ്ടുപോകും. ഈ തടവുകാർക്കും അവിടുത്തെ വാർഡന്മാർക്കും ഒരേ ഭക്ഷണമല്ലേ കൊടുക്കുന്നത്? അല്ലല്ല ഒരിക്കലും അല്ല. മീൻ വന്നു കഴിഞ്ഞാൽ അവന്മാർ വറുത്തരിക്കണം. തേങ്ങ നമ്മൾ തിരികെ വറുത്തരിച്ച് അവന്മാർ കറി വെക്കും. ഈമാര് ഭാര്യ ഒരു വെച്ച് കൊടുക്കൂല. ഇങ്ങനെ വെച്ച് കൊടുക്കൂല. നമ്മൾ വെച്ച് കൊടുക്കണം. നമ്മളെ കൊണ്ട് അവന്മാരെ ചെയ്യിപ്പിക്കും. വറുത്തരിച്ച് കൊടുക്കണം.
ഇതില് ഡെയിലി എല്ലാം സംഭവിക്കുന്ന കാര്യം ഇതാണ്, വേറെ ഇതൊന്നുമല്ല. ഈ ആക്ടങ്ങളിൽ ജയിലിൽ വെച്ച് അങ്ങനെയാണ് സംഭവം നടക്കുന്നത്. സ്പെഷ്യൽ ഫുഡാണ് കൊടുക്കുന്നവർക്ക്? അല്ല, ഒരു ഫുഡ് കൊടുക്കൂല ഇവര്. കൊടുക്കില്ല, അവർക്ക് സ്പെഷ്യൽ ഫുഡാണോ? സ്പെഷ്യൽ ഫുഡാണ് കൊടുക്കുന്നത്. അത് നമ്മളൊരു 10 പേര് കാണും. നമ്മളെ കിച്ചണിൽ നിന്നുകൊണ്ട് 10 പേര് കാണും. കാണുമ്പോ നമ്മളെ സെലക്ട് ചെയ്ത് കൂടെ ഫുഡ് വയ്ക്കാൻ അറിയാമെന്ന് ചോദിക്കും. എന്നൊക്കെ ശമ്പളം കുറവാ, അതിനൊക്കെ കറക്റ്റ് ആയില്ല. ഇവരെല്ലാം നമ്മളെ വെച്ച് കൊടുക്കുന്നതെല്ലാം തിന്നിട്ടേ ലാസ്റ്റ് ഇവര് ബുക്ക് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ കൃത്യമായി 60 രൂപ നമുക്ക് ഒരു ദിവസം ശമ്പളമുള്ളൂ. ഓൾറെഡി അവിടെ 140 രൂപ ശമ്പളമുണ്ട്, നമുക്ക് 60 രൂപ ശമ്പളമുള്ളൂ അവിടെ. അല്ല, ഒരു അതിൽ കൂടുതലൊന്നും നമ്മൾ തരില്ല. എന്നൊക്കെ ഇവന്മാര് ഞാൻ ഉച്ചയ്ക്ക് വെയിലടിക്കുമ്പോ ഒന്നി ഷാർജ, അല്ലെങ്കിൽ എന്തൊരു നാരങ്ങ വെള്ളം, അല്ലെങ്കിൽ എന്തോ മോരും വെള്ളം, ഇങ്ങനെ പരിപാടികളാണ്. ഇതെല്ലാം പ്രതികളാണ്. ഈ മോരും വെള്ളം ഇവിടെ കൊടുക്കുക. സൂപ്പർ എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ അവിടെ കാണില്ല, രാത്രി കാണില്ല. അങ്ങനെ നിങ്ങൾക്കുള്ള ആഹാരമാണ്, അത് കറക്റ്റ് ചെയ്യുന്നത്. പക്ഷെ ഇത് വാർഡന്മാര് കറക്റ്റ് ചെയ്യുന്നില്ല. അത് ഏഡാണ് മെയിൻ ആള്. അങ്ങനെ ഉണ്ട്, അങ്ങനെ കണ്ണടച്ച് കളഞ്ഞ് ഇവിടെ കലക്കി കളയാൻ പറയും. കറക്കണമെന്ന് പറയുന്നുണ്ട്, സത്യായ കാര്യമാണ്. അപ്പം പിന്നെ ഈ തടവുകാർക്ക് കൊടുക്കുന്ന അത്രയും മോശം ഫുഡാണ്? മോശം ഫുഡാണ്. ആണാണ്. ചോറ് ഓക്കെ. ചോറെന്ന് വെച്ച് കഴിഞ്ഞാൽ 130 പേരുണ്ടെങ്കിൽ 120 പേർക്കുള്ള നമ്മുടെ അരി ഇടും. 34 കിലോ അരി ഇടും, അത് ഓക്കെയാണ്. അത് ചോറ്. പക്ഷെ കറിയിലായാലും എല്ലാം വെള്ളമാണ്, എല്ലാം അടിച്ച് കലക്കി വിടുക. മോരായാലും തൈരായാലും ഇറച്ചിയായാലും എന്തുമായാലും മീൻകറി ആയാലും വെള്ളം കലക്കി വിടും. വെള്ളം കലക്കിയേ കൊടുക്കുന്നുള്ളൂ. പിന്നെ ആവശ്യം കൊടുക്കുന്നുള്ളൂ. അല്ലാതെ കറി വെച്ചല്ലേ കൊടുക്കുന്നത്. കറി വെച്ച് കഴിഞ്ഞാൽ ഇതിന് 1/4 വില എടുക്കും. ഒരു 10 കിലോ മീൻ വന്നു കഴിഞ്ഞാൽ ജയിലിനായി ഞാൻ പറയുക, 10 കിലോ മീൻ വന്നു കഴിഞ്ഞാൽ 5 കിലോ അവർ വെക്കും. ബാക്കി ഈ സാറുമാർക്ക് 2 ദിവസത്തേക്ക് കറി വെക്കാണ്ട് ബാക്കി വയ്ക്കും. ഫ്രിഡ്ജിൽ കഴിക്കും, ബീസറി കഴിക്കും. ഇന്നും നാളെ കറി വയ്ക്കാൻ വേണ്ടി. മക്കാൻ വന്നാലും ഇത് തന്നെ, ചെക്കൻ വന്നാലും ഇത് തന്നെ. അപ്പൊ ഈ തടവുകാർക്ക് വരുന്ന ഈ എല്ലാം വേസ്റ്റാണ് ഉള്ളത്. എല്ലാം എന്താ പറയാ മാറ്റി വെക്കും, അവർക്ക് വേണ്ടി മാറ്റി വെക്കും. അവർക്ക് വേണ്ടി മാറ്റി വെക്കും. ഈ സാറിന് ആദ്യം ഈ എത്ര സാറുമാർ ഒരു യൂത്തില് എത്ര സാറുമാരുണ്ടോ 2 ദിവസം കൊണ്ട് ചേഞ്ചിങ് ആണ്. ഇന്ന് വന്നു കഴിഞ്ഞാൽ നാളെ പോകും, ചേഞ്ചിങ് ആണ്. ചേഞ്ച് പോകുമ്പോ ഇവരെ കൂടെ കേൾക്കുകയും വയ്ക്കും. വീസ വെച്ചോണോ, ഇല്ലെങ്കിൽ തലയ്ക്ക് വിളിയാണ്, ഇടിക്കാൻ വരും. ഇതാണ് സംഭവം. ആക്കെങ്കിൽ ജയിലിലെ കാര്യം ഞാൻ പറയുന്നത്. വിവേചനമാണ്. വിജയവനാണ് അത്. ചേട്ടൻ പറഞ്ഞു വരുന്നത് തടവുകാർക്ക് അർഹതപ്പെട്ട സർക്കാർ കൊടുത്തിരിക്കുന്ന റേഷൻ ഫുഡ് ലഭിക്കാറില്ല. ഇല്ല, ഒരു പോയിന്റും ഇല്ല. അത് സർക്കാർ അവിടെ സീൽ അവിടെ പേപ്പർ ഒക്കെയുണ്ട്. ഇന്ന പ്രതിക്ക് ഇത്ര റേഷൻ ഉണ്ട്, അവിടെ ഇന്ന റേഷൻ അവിടെ ഉണ്ട്. ആ റേഷനിലാണ് കൊടുക്കുന്നത്. ഇത് മക്കം വന്നു കഴിഞ്ഞാൽ ശനിയാഴ്ച ദിവസം വന്നു കഴിഞ്ഞാൽ ഇവരൊരാളിനെ വിളിക്കും, സെല്ലിൽ നിന്ന് വിളിക്കും. ഇറച്ചി വെക്കാൻ ആർക്കും അറിയാമെന്ന് ചോദിക്കും. ഒരാളെ ഇറക്കും. അപ്പൊ ആരെങ്കിലും ഒന്ന് പറയും, എനിക്കറിയാന്ന് പറയും. സാറേ എനിക്കറിയാന്ന് പറയും. പറയുമ്പം ഈ പുള്ളി ഇറക്കും. ഇറങ്ങിയിട്ട് അതിന്റെ എല്ലാം ഊരിയും എടുക്കും, മാംസം എല്ലാം. ഒരാളാ വരുന്നത് അവിടെ, 30 പേരുണ്ട്, ഒരാളെ വരുന്നത്, ചെറിയൊരാൾ വരും. ഇതിന്റെ മാംസം എല്ലാം വെക്കാൻ ചെയ്യും. വെച്ചിട്ട് ഇതിന്റെ കൊഴുപ്പും കാലിന്റെ കോഴയും എല്ലാം വെട്ടിയൊക്കെ ഉണ്ടല്ലോ, ഇത് മാത്രം അവിച്ച് വെച്ചിട്ട് ഒരു 2 വേങ്ങി വെക്കും. എന്നിട്ട് വെള്ളം പോലെ ഈ ഗ്രേവി വെക്കും, 3 പീസ്. പക്ഷെ ഈ ആൾക്കാർ പറയുന്നത് പറയാമോ, ജയിലിൽ എന്താ സുഖമാണെന്ന്. അതല്ല സംഭവം. എല്ലാരും ഉണ്ട് അവിടെ. കഴിക്കാൻ അവനുണ്ട്. വീട്ടിൽ ആരില്ലേ, നന്ദിനാണ് എന്തിനാ കാണിക്കുന്നത്? നിയമനെ ശമ്പളം മേടിക്കുന്നുണ്ട്, 10-30 സാലറി മേടിക്കുന്നുണ്ട്. അല്ല ഇതൊക്കെ ആയിക്കോക്ക്. നമ്മളെ കാവലക്കാരാണ് അവര്, നമ്മളെ കാവലാണ് അവര്. എന്നിട്ട് നമ്മൾ ധാരാളം ആഹാരം അവര് കൊണ്ടുപോവാ. 20 കരി ഡെയിലി പോണത്. ഈ ആംബുലൻസ് ഇറങ്ങി ആ ക്യാമറ ഉള്ളവരെ ഇനി പ്രതിനെ കൊണ്ടുപോകണമെന്ന്. പ്രതിനെ കൊണ്ടുപോകണല്ല ഇത്, എണ്ണ ഇത് മൊത്തം സാധനം പോണത്. പയറ് 2 കരി ഞാൻ കേക്കി വെച്ചതാണ്, തെളിവുണ്ടത് അവിടെ. ഈ ആക്ടിങ്ങിൽ പുതിയ ജീപ്പ് ആയതുകൊണ്ട് ആരും അറിയുന്നില്ല. പറഞ്ഞ തടവ് പുള്ളിയെ കൊണ്ടുപോകണമെന്ന് പറയും. അവന് സുഖമല്ല ഉണ്ട്. പക്ഷെ അങ്ങനല്ല സംഭവം. ഇത് ഇങ്ങനെയാണ് സംഭവം. ഇവിടെ 2 കരി, ഇവിടെ അവിടെ നിന്ന് മാസത്തിലെ സാധനം ഇറക്കുന്നത്. പക്ഷെ ഈ അതൊക്കെ കൊണ്ടുപോകുന്ന വിശ്വസിക്കാൻ പറ്റുന്നില്ല. കാരണം അവിടെ സാധനങ്ങൾ പുറത്തേക്ക് കടത്തുക പറഞ്ഞു കഴിഞ്ഞാൽ അത് ഉറപ്പാക്കി ഞാൻ കേക്കി വെച്ച വൃത്തിയാണ് ഞാൻ പറയുന്നത്. എനിക്ക് കള്ളം പറയേണ്ട ആവശ്യമില്ല, എനിക്ക് കയ്യിൽ നിന്നൊക്കെ പറയേണ്ട ആവശ്യമില്ല.
നമുക്ക് ജയിലിനെ പറ്റിയൊക്കെ വളരെ തെറ്റിദ്ധാരണകരമായ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കാരണം ജയിൽ സൂക്ഷ്മമായ ജീവിതമാണ്. ആഴ്ചയിൽ 2 നേരം ഇറച്ചി, ചിക്കൻ, മട്ടൻ, മുട്ട എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷെ ഇപ്പോ ആ ഒരു ജയിൽ ജീവിതം അനുഭവിച്ച് കണ്ട ആളാണ് ഞങ്ങളോട് അവരുടെ അനുഭവ സാക്ഷ്യം പറഞ്ഞത്. അവർക്ക് അർഹതപ്പെടേണ്ട ഗവൺമെന്റ് അനുവദിച്ച റേഷൻ അവരുടെ തടവുകാർക്ക് കിട്ടുന്നില്ല എന്നുള്ളതാണ് വളരെ ദുഃഖകരമായ വസ്തുത. ഏതായാലും ഇതൊരു ഗൗരവകരമായ ഒരു ആരോപണമാണ്. ഒരു അനുഭവസ്ഥനാണ് പറഞ്ഞത്. അധികാരികൾ ഇടപെടുക, വേണ്ടപ്പെട്ട സംവിധാനങ്ങളൊക്കെ ഉണ്ടാക്കുക, തടവുകാർക്ക് അർഹതപ്പെട്ട ഭക്ഷണം അവർക്ക് കൊടുക്കുക എന്ന് മാത്രമേ പറയാനുള്ളൂ. തമ്മയ്ക്ക് വേണ്ടി ശ്രീകുമാര സൈനികൻ.